ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ ആയി അൺബോക്സിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ ചാർജറില്ലേ, ചാർജറിനകത്ത് ഇടുന്ന കവർ, അതാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ കുറേ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് വാങ്ങിച്ചത്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പാണ് വാങ്ങിച്ചത്. രണ്ടെണ്ണം വാങ്ങിയിട്ട്, ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ ഫ്രണ്ടിനുമാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് എടുത്ത ആ ബ്ലൂ ആണ് എനിക്ക് വാങ്ങിയത്. ഇതാണ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അതിനകത്ത് മറ്റേ നമ്മുടെ ഈ ചാർജറിൻ്റെ അറ്റത്തിടുന്ന സംഭവം ഉണ്ടല്ലോ, ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇതിനകത്ത് വെറും ഈ കവർ മാത്രം തന്നെ, ആ ഒരു സംഭവം ചാർജറിലിടുന്ന കവറും ആ ഒരിതും വള്ളിയിലിടുന്ന ആ സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചാർജർ എടുത്തിട്ട് അതിനകത്ത് എങ്ങനെ ഇത് ഇടാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ വള്ളിക്കകത്ത് ആ ചുറ്റുന്ന സാധനം കുറച്ച് റിസ്ക് ആണെന്നുള്ളത്. എന്തായാലും നമുക്കിത് നോക്കാം. അതിനകത്ത് തന്നെ നമ്മുടെ ഈ താഴെ നമ്മൾ ഈ ഫോണിലേക്ക് കുത്തുന്നില്ലേ, ആ ഒരു പോർഷനിൽ വെക്കാനുള്ള കുഞ്ഞ് സാധനമുണ്ട്. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ചാർജർ ഉപയോഗം കഴിഞ്ഞിട്ട് അത് ചുറ്റി വെച്ച് ടൈ ചെയ്ത് വെക്കാനുള്ള സാധനമുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ ഇടാണ്. ഇത് എളുപ്പമായിരുന്നു കേട്ടോ വയ്ക്കാനൊക്കെ, വലിയ പാടൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വയ്ക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇതിനിടയിലൂടെ കയറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് വെച്ചത്. അപ്പോൾ കുറച്ച് ഭാഗം പുറത്തോട്ട് തന്നെ നിൽക്കും കേട്ടോ. പക്ഷേ ഇതായിരുന്നു റിസ്ക്. കുറേ സമയം എടുത്തിട്ടായിരുന്നു ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല പാട് തന്നെയായിരുന്നു. എങ്ങനെയൊക്കെ ചുറ്റണമെന്ന് ഒരു പിടുത്തമില്ല. ആദ്യം കണ്ടതുപോലെ ചുറ്റി നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കി. അങ്ങനെ കുറേ ചെയ്താണ് ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തത് കേട്ടോ. പക്ഷേ കംപ്ലീറ്റ് ആക്കി എടുത്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതായിരുന്നു കേട്ടോ ലാസ്റ്റ് ആ ചാർജറിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അടിപൊളിയായിരുന്നു, നല്ല തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം കേട്ടോ.